ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നപ്പോൾ ഒരു സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെ വേണം, ഇൻഗ്രീഡിയൻസ് എന്നെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഉപ്പുമാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ, അത് റെഡിയാക്കി എടുക്കുന്ന അതൊക്കെ കാണിക്കുന്നത് എന്തിനാ എന്നൊക്കെ. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പി കാണുക. അപ്പോൾ നമുക്ക് ഉപ്പുമാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് റവ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് 1 ഗ്ലാസോളം. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു 2 ടീസ്പൂൺ. അല്പം നെയ്യ് എടുക്കാം. അതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രൊക്കോളി, ക്യാരറ്റ്, ബീൻസ്, സവാള, ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഒരുമിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായ നെയ്യിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് എടുത്തു വെച്ച പരിപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുകും പരിപ്പും നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴണ്ടു വന്ന് കഴിയുമ്പോൾ, ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും എല്ലാം വഴണ്ടി വരുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം ചെറുതീയിൽ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ വെജിറ്റബിൾസ് നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ റവ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 ഗ്ലാസോളം വെള്ളം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളവും വെജിറ്റബിളും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. കൂട്ടി യോജിപ്പിച്ച് എല്ലാം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വളരെ കുറഞ്ഞ തീയിൽ നമുക്കത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഉപ്പുമാവ് എന്തായി എന്ന് നോക്കാം. 5 മിനിറ്റോളം ഞാനത് വളരെ കുറഞ്ഞ തീയിൽ മൂടി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത്
ഒരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം കറി ഇല്ലെങ്കിലും നമുക്ക് ഇത് കഴിക്കാം.